പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോമൻ റെയിൻസിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ റോമൻ റെയിൻസിൻ്റെ സ്പെഷ്യൽ കൗൺസിൽ എന്ന് അറിയപ്പെടുന്ന പോൾ ഹേമൻ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡ് ഫ്രാൻസ് എന്ന രാജ്യത്ത് വെച്ചിട്ടാണ് നടന്നത്. ഈ സ്മാക്ഡൗൺ എപ്പിസോഡ് നമുക്ക് ഇപ്പോഴാണ് കാണാൻ സാധിച്ചത് എന്നുണ്ടെങ്കിലും ഇന്നലെ രാത്രി 10:30 മുതൽ 12:30 വരെയായിരുന്നു യഥാർത്ഥത്തിൽ സ്മാക്ഡൗൺ എപ്പിസോഡ് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചില സ്ഥലങ്ങളിൽ അവർ ലൈവായി അവരുടെ WWE നെറ്റ്വർക്കിലൂടെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ അവർ സാധാരണ ശനിയാഴ്ച രാവിലെ പുലർച്ചെ ടെലികാസ്റ്റ് ചെയ്ത് ആരംഭിക്കാറുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ് പോലെ തന്നെയാണ് കാണിച്ചത്. പക്ഷേ മുൻപ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടും മറ്റ് കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ സുലഭമായി നമുക്ക് ലഭിക്കുമായിരുന്നു. എന്തായാലും സ്മാക്ഡൗൺ എപ്പിസോഡ് നിലവിൽ അവസാനിച്ചിരിക്കുന്നു. സ്മാക്ഡൗൺ എപ്പിസോഡിലെ ഏറ്റവും വലിയ ടോക്കിംഗ് പോയിൻ്റായിട്ട് മാറിയിട്ടുള്ളത് പോൾ ഹേമൻ്റെ വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ അനുബന്ധിച്ച് 2 ഭാഗങ്ങളാണ് ഇന്നത്തെ സ്മാക്ഡൗണിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തേത് സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക് ഓൾഡിസും പോൾ ഹേമനും തമ്മിലുള്ള ബാക്ക് സ്റ്റേജിലെ ആ ഒരു സംസാരമാണ്. ആ ഒരു സംസാരത്തിൽ പോൾ ഹേമൻ പറയുന്നുണ്ട് താൻ റോമൻ റെയിൻസിനെ റസൽമേനിയയിലേക്ക് ശേഷം കണ്ടിട്ടില്ല, താൻ സംസാരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിക് ഓൾഡിസ് ചോദിക്കുന്നുണ്ട്, ഡ്രാഫ്റ്റിൽ റോമൻ റെയിൻസിനെ മാറ്റാനുള്ള തീരുമാനം അത് റോമനല്ലേ പോൾ ഹേമനോട് പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ പോൾ ഹേമൻ പറയുന്നുണ്ട് അത് താനെടുത്ത തീരുമാനമാണ്, റോമൻ തന്നോട് പറഞ്ഞതല്ല. നിലവിൽ ബ്ലഡ് ലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് പിന്നെയും റോമൻ റെയിൻസിനെ വലിച്ചിടാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഡ്രാഫ്റ്റിൽ നിന്ന് തൻ്റെ തീരുമാനമാണ് റോമനെ മാറ്റാമെന്നുള്ളത്, അല്ലാതെ അതിൽ റോമന് യാതൊരുവിധ റോളും ഇല്ല എന്നുള്ളത് പോൾ ഹേമൻ പറയുന്നുണ്ട്. എന്തായാലും ബ്ലഡ് ലൈൻ്റെ എല്ലാ വിധത്തിലുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോൾ ഹേമനിലൂടെയാണ് നടക്കാറുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നീയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിക് ഓൾഡിസ് പോകുന്നു. പിന്നീട് അവിടെ നിന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് മാറുന്നത് RKO ഷോയിലേക്കാണ്. RKO ഷോയിലെ ഒരു സ്പെഷ്യൽ ഗസ്റ്റായി പോൾ ഹേമൻ വരുന്നു. അവിടെ റോമൻ റെയിൻസിനെ സംബന്ധിച്ച് റാൻഡി ഓർട്ടൺ ഉന്നയിക്കുന്ന ഒരു ചോദ്യം ആരാണ് യഥാർത്ഥ ട്രൈബൽ ചീഫ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പോൾ ഹേമൻ പറയുന്നതിന് മുൻപ് തന്നെ സോളോ സിക്കോവയും ടാമ ടോങ്കയും ചേർന്നുകൊണ്ട് കെവിൻ ഓവൻസിനെയും റാൻഡി ഓർട്ടനെയും ആക്രമിക്കുന്നുണ്ട്. പിന്നീട് അവിടെ ചെറിയൊരു ഫൈറ്റ് നടന്നതിന് ശേഷം സെക്യൂരിറ്റീസ് ഇവരെ പിടിച്ചു മാറ്റുന്നു. പിന്നീട് സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിലും വലിയൊരു ബ്രൗൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ കൃത്യമായി ഒരു ടീമിനും ആധിപത്യം കൊടുക്കാത്ത പോലെയാണ് അവർ അവസാനിപ്പിച്ചത്. അതായത് ഇന്ന് രാത്രി 10:30 മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഏത് ടീമിനാണ് കുറച്ചും കൂടി ഒരു മേധാവിത്വം കിട്ടുക എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ സൂചനയും ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ നൽകിയിട്ടില്ല. അപ്പോൾ ബാക്ക്ലാഷിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഈ മത്സരവും ഈ ഒരു ടാഗ് ടീം തന്നെയായിരിക്കും. പോൾ ഹേമൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലുകൾ അത് കൂടുതൽ ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കാര്യമാണ്. ആരാണ് യഥാർത്ഥ ട്രൈബൽ ചീഫ്? റോമൻ റെയിൻസിൻ്റെ ഒരു അനുവാദമില്ലാതെ പോൾ ഹേമനും സോളോ സിക്കോവയും ഇങ്ങനെ തുടർച്ചയായി തീരുമാനങ്ങൾ എടുക്കുന്നത്, അതെല്ലാം റോമൻ റെയിൻസ് വരുമ്പോൾ എങ്ങനെയാണ് പ്രതിഫലിക്കുക? അങ്ങനെ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു സ്മാക്ഡൗൺ ആണ് കാണാൻ സാധിച്ചത്. കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.